വിദ്യാലയം എന്നുള്ള വാക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വരുന്നത് ദാ എന്നുള്ള അക്ഷരം, അതായത് 4 ലൈനിൽ എഴുതിയായിരിക്കും നല്ലത്. അപ്പോൾ കുട്ടികൾക്ക് എഴുതാനായിട്ട് മാത്രകൾ മുകളിലും താഴെയായിട്ട് വരുമല്ലോ, അപ്പോൾ എഴുതാൻ സൗകര്യം 4 ലൈനിൽ എഴുതുന്നതായിരിക്കും. അപ്പോൾ എഴുതുന്നത് ദാ എന്നുള്ള അക്ഷരം നല്ല ഉരുട്ടി നല്ല ഭംഗിയിലാണ് ദാ എഴുതുക. അതായത് ഇതിൻ്റെ നിയമം അനുസരിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പാടില്ലെന്നാണ് പറയാം. ചെറിയൊരു ഗഡിപ്പായി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും ഗഡിപ്പായി അങ്ങനെ വലിയ കാര്യമായിട്ട് വരുന്നില്ല എന്ന്. ബിനാ ഗഡിപ്പായി അല്ലെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വരും. പായി പറയുന്നത് ഈ വരയാണ്, മുകളിലുള്ള വരയ്ക്ക് പടിപ്പായി എന്നാണ് വരും. ഇതിങ്ങനെ വന്ന് നല്ല ഉരുട്ടി ഇങ്ങനെ, അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ പാടില്ല. ഒക്കെ ഇട്ട് ഇതാ എഴുതി അടിയിൽ ഹൽച്ചിന ഹലാന്ത് എന്നൊക്കെ പറയും. പിന്നെ യാ എന്നുള്ള അക്ഷരം സ്റ്റാർട്ട് ചെയ്ത് അരയനം പോലെ എന്ന് പറയും, യായും തായൊക്കെ എഴുതുമ്പോൾ അങ്ങനെ വന്ന് പിന്നെ അത് പടിപ്പായിയാണ്. പടിപ്പായി അങ്ങനെ ദ്യ എന്നുള്ള അക്ഷരം, ദ്യ എന്നുള്ള അക്ഷരം കൂടി ചേർന്നിട്ടാണ് വിദ്യാലയം എന്ന് എഴുതണ ഇതാ വരുന്നത്. അത് എഴുതുന്നത് ചെറിയൊരു വര തുടങ്ങി ഗഡിപ്പായി തുടങ്ങി പിന്നെ ഇങ്ങനെ വന്ന് പിന്നെ ഗർന്നുള്ള ഗ എഴുതുന്ന പോലെയാണ് 3 തിരിച്ചിടുന്നത്. അങ്ങനെ വന്ന് ഗഡിപ്പായി ഫുള്ളായിട്ട് വരും. അത് കഴിഞ്ഞ് മുകളിൽ പടിപ്പായി. എല്ലാ അക്ഷരങ്ങൾക്കും മുകളിൽ പടിപ്പായി ഉണ്ടായിരിക്കും ഹിന്ദി അക്ഷരങ്ങൾക്ക്. ഈ ദായും യായും കൂടി ചേർന്നിട്ടാണ് ദ്യ, വിദ്യാലയം എന്ന് നമ്മൾ എഴുതില്ലേ, ആ ദ്യ വരുന്നത്. ഇത് വിദ്യാലയം, അത് മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ ദ്യ എന്നുള്ള അക്ഷരം എഴുതൂല്ലേ വിദ്യാലയത്തിൻ്റെ, ആ ദ്യ ആണ് ഇങ്ങനെ എഴുതുന്നത്. ഇങ്ങനെ എഴുതുന്നതായിരിക്കും സാധാരണ കുട്ടികൾക്ക് അറിയുള്ളൂ, അക്ഷരങ്ങൾ അങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ വിദ്യാലയം എന്ന് ടെക്സ്റ്റിൽ രണ്ടാമത്തെ പടത്തിൽ പേജ് നമ്പർ 10 ഉണ്ട്. ടെക്സ്റ്റിൽ വരുന്നത് ആപ്നെ അപ്നെ ആസ്പാസ് ഗർ ഓർ വിദ്യാലയം മേ കോൺ കോൺ സെ ജീവ ജന്തു ദേഖേ എന്നുണ്ട്. ഇന്നലെ വായിച്ചില്ലേ, അതിലുള്ള വിദ്യാലയം ആ ദ്യ ഇതെന്താണ് ഇങ്ങനെ ദ്യ. പിന്നെ വരുന്നത് സംയുക്താക്ഷരമാണ്. സംയുക്താക്ഷരം എന്ന് പറയുന്നത് കൂട്ടക്ഷരങ്ങൾ, സംയുക്ത വ്യഞ്ജൻ. അതിൽ വരുന്നത് ക്ഷ ആണ്. ക്ഷ എഴുതുന്നത് ഇങ്ങനെ തുടങ്ങി ഇത് വന്ന് പിന്നെ ഗഡിപ്പായി. പിന്നെ ഇവിടെ കെട്ടുള്ളിടത്ത് വരയ്ക്കാൻ പാടില്ല, മുകളിൽ പടിപ്പായി ക്ഷ എന്നുള്ള അക്ഷരം വരും. പിന്നെ അത് ക്ഷ, നമ്മൾ ക്ഷേത്രം എന്നൊക്കെ മലയാളത്തിൽ എഴുതുമല്ലോ, ക പ്ലസ് ഷ കൂട്ടി നമ്മൾ ക്ഷ എന്നുള്ള അക്ഷരം എഴുതും. കാത് എങ്ങനെ ഒന്നുണ്ട് കേട്ടോ, അങ്ങനെ എഴുതിയിട്ട് ക്ഷ എന്നുള്ള അക്ഷരം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ത്ര എന്നുള്ള അക്ഷരമാണ്. ത്ര എന്നുള്ള അക്ഷരം എഴുതുമ്പോൾ ഇത് മലയാളത്തിൽ നമ്മൾ ത്ര ഇങ്ങനെ എഴുതൂല്ലേ, അതായത് ഘടിപ്പായി പിന്നെ ഇങ്ങനെ, പിന്നെ മുകളിൽ ഫുള്ളായിട്ട് വരയ്ക്കും. ഈ ക്ഷാക്ക് ഇവിടെ വരയ്ക്കാൻ പാടില്ല, കെട്ടുന്നിടത്ത് ത്ര ഫുള്ളായിട്ട് വരയ്ക്കും. പിന്നെ മറ്റൊരു രീതിയിൽ ഇങ്ങനെ കാണാട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ത്ര. അതായത് ആദ്യമൊക്കെ ഹിന്ദിയിൽ ത്ര എഴുതിയിരുന്നത് താഴെ എഴുതിയിട്ട് ഇങ്ങനെയായിരുന്നു, പിന്നീട് ഈ ഭാഗം പോയിട്ട് ഇങ്ങനെയായി മാറിയെന്ന് മാത്രം. ത്ര ഇത് ത്ര. ഇനി തൃ എന്നുള്ള അക്ഷരമുണ്ട്, തൃ. അത് നമ്മൾ മാത്രയിൽ വരുന്നതാണ്. അതായത് റ് എന്നുള്ള അക്ഷരത്തിൽ താഴെയുള്ള ഭാഗമാണ് ഇത്. ഇത് ത്രായും ഇത് തൃ. അതായത് നമ്മൾ ത്രാസ് എന്നൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയല്ലേ എഴുതുക, ഇത് തൃഷ്ണ തൃണം എന്നൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. അതിൽ അതായത് ത്ര എഴുതി കാണിച്ചില്ല, തൃ എഴുതുമ്പോൾ താ എന്നുള്ള അക്ഷരം തുടങ്ങി അതിൻ്റെ, അതായത് ഇവിടെയുള്ള 4 ലൈൻ അതിന് വേണ്ടിയിട്ടാണ്. അക്ഷരം എഴുതുമ്പോൾ താഴോട്ട് വരുന്ന ഭാഗമാണ്. 2 ലൈനിലായിട്ട് എഴുതും കേട്ടോ. അപ്പോൾ എഴുതുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും, മുകളിലത്തെ ചിഹ്നം മുകളിൽ നിൽക്കും. അതായത് 4 ലൈനിൽ എഴുതുമ്പോൾ ഇതിപ്പോൾ 2 ലൈനിലുള്ള പോലെയാണ് എഴുതിയതിന്. താ വന്ന് മുകളിൽ വന്ന് ഇങ്ങനെ, അതായത് റ് എന്നുള്ള അക്ഷരത്തിൻ്റെ താഴെയുള്ള ഭാഗമാണ്
ചിഹ്നത്തിന് വരും. അതായത് പല ചിഹ്നങ്ങളും സ്വരാക്ഷരങ്ങളുടെ കൂടെയുള്ള താഴെയുള്ള ഭാഗം. ഇപ്പോൾ ഊ എഴുതുമ്പോൾ നമ്മൾ ഊ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുക? ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതും അല്ലേ? അതിൻ്റെ താഴെയുള്ള ഭാഗമാണ് അതിൻ്റെ ചിഹ്നമായിട്ട് പ്രയോഗിക്കുന്നത്. അതായത് നമ്മൾ ഒരു അക്ഷരം എഴുതുമ്പോൾ ഇപ്പോൾ രാ കാണിച്ചു തരാം. രായാണ് സാധാരണ കുട്ടികൾക്ക് തെറ്റിപ്പോകുന്നത്. രാ എഴുതുമ്പോൾ രു ഇവിടെയാണ് വരുന്നത്. രാക്ക് മാത്രം വ്യത്യസ്തമായിട്ടാണ് വരിക, രു. ഇനി രു എന്ന് എഴുതുകയാണെങ്കിലും എങ്ങനെ എഴുതും? ഇപ്പോൾ രാ എഴുതി രു, രു ഇങ്ങനെ വരും. ഇനി രു എന്നാണെങ്കിലോ, അതായത് നമ്മൾ ശരിക്കും കുട്ടികൾ ദേ ഇവിടെ നിന്നൊക്കെ വളച്ചെടുക്കും. ശരിക്കും അത്ര വളച്ചെടുക്കേണ്ട കാര്യമില്ല. രാക്കി ഇത് ഇങ്ങനെ വന്ന് രു എഴുതി രു വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. രു മുകളിൽ പടിപ്പായി. ഇതിനിപ്പോൾ ഗഡിപ്പായി ഇല്ല, നടുവിലുള്ള വരയില്ലല്ലോ, ഒരു സൈഡിൽ ഇതിന് വരയില്ലോ ഇടയിലോ അല്ലെങ്കിൽ ലാസ്റ്റിലോ ആയിട്ട് വരുന്നില്ലേ രു. പക്ഷെ സാധാരണ അക്ഷരങ്ങൾക്ക് എഴുതുമ്പോൾ ഇപ്പോൾ കാ എഴുതാണെങ്കിൽ കാ അങ്ങനെ തുടങ്ങി നടുവിൽ ഗഡിപ്പായി വന്നു, അങ്ങനെ വന്ന് ഇങ്ങനെയാണ് കാ. ഒരു ഭാഗം കുറച്ച് വലുതായിപ്പോയി, ഒന്നുകൂടി കാ എഴുതുമ്പോൾ അങ്ങനെ വന്ന് അങ്ങനെ കാ. അതിൻ്റെ ചിഹ്നം കൂ എന്ന് വരുമ്പോൾ ഇതെങ്ങനെയാണ് വരിക? കൂ എന്ന് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? അങ്ങനെ വന്ന് ഇങ്ങനെ കൂ എഴുതും. ബാക്കിയുള്ള ഇപ്പോൾ രാക്ക് മാത്രം നടുവിൽ വരും, ബാക്കിയുള്ളതിനൊക്കെ അടിയിലായിട്ട്. ഇപ്പോൾ സാ എഴുതുമ്പോൾ സാ വന്ന് അങ്ങനെ സു കെട്ടിടാണ്ടാണ് സൂനെ എഴുതുക. സൂ എഴുതുമ്പോൾ അങ്ങനെ വന്ന് സൂന്ന് എഴുതും. അങ്ങനെ ഇപ്പോൾ രാക്ക് മാത്രം നടുവിൽ വരും, ബാക്കിയുള്ള അക്ഷരങ്ങൾക്കൊക്കെ താഴെയായിട്ട് വരും. ഇനി സാടെ ഋ കാണിച്ചു തരാം. ഋ വരുമ്പോൾ സാ അങ്ങനെ വന്ന് മാത്ര വരുമ്പോൾ സൃ എന്നുള്ളത്, ഋ എന്നുള്ള മാത്ര വരുമ്പോൾ അത് എങ്ങനെ വരും? ഇവിടെ ത്ര കാണിച്ചതുപോലെ രേഫ് എന്നാണ് അതിന് പറയാം. മറ്റൊരു ചിഹ്നമാണത്. അത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക, സ്ര. ഇത് സ്ര എന്നുള്ളതും ഇത് സൃ ആണ്, സൃഷ്ടി എന്നൊക്കെ പറയുന്നത് സ്ര. അപ്പം നമ്മൾ പെട്ടെന്ന് കുട്ടികൾക്ക് എന്താ പറയുക തെറ്റിപ്പോകുന്ന വാക്കെന്ന് പറയുന്നത് ഗ എഴുതുമ്പോൾ ഇങ്ങനെ വന്ന് ഗു എഴുതുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഇതിൻ്റെ ഗഡിപ്പായി അക്ഷരത്തിനേക്കാളും ഫസ്റ്റുള്ള ഭാഗത്തിനെക്കാട്ടും വലുതായിട്ടാണ് നിൽക്കുക. ഗു എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഗൃ വരുമ്പോൾ ഇങ്ങനെ വരും. ഋ എന്നുള്ള മാത്രം. ഗ്രാന്ന് എഴുതുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് നിൽക്കുക. അതായത് നമ്മൾ എഴുതുമ്പോൾ ഗൃഹം എന്ന എഴുതില്ലേ, ഇത് ഗ്രഹം. ഇതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ മാത്രകളിൽ വരുന്നതാണ്. ഗു ഗു ഗൃ. ഇത് മാത്രമല്ല, ഇതിനെ രേഫ് എന്നാണ് പറയുക. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ. മറ്റൊരു അതായത് കുട്ടികളെ ഇതൊന്ന് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെയാണ്, അതായത് ഇവിടെ വന്നിട്ട് സ എഴുതുമ്പോൾ കെട്ടിട്ടിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ രീതി അങ്ങനെ കാണാനില്ല, കെട്ടിടാണ്ട് എഴുതാം, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ മാത്രം വരുന്നത് മുകളിലാണ്. അപ്പോൾ ഈ മുകളിലുള്ള മാത്രകൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കള്ളി കിട്ടിയത്. അതാണ് 4 ലൈനിൽ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ സേ വരുമ്പോൾ ഇത് എങ്ങനെ എഴുതും? ഇനി ആ ചിഹ്നം താഴോട്ട് പോകും. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഇവിടെ സ്ഥലം കൊണ്ട് എഴുതാൻ. അപ്പോൾ പിന്നെ കൂട്ടിമുട്ടുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോട്ട്ബുക്കിൽ തന്നെ നോക്കിയാൽ അറിയാം മുകളിലത്തെ ചിഹ്നമാണോ താഴെയുള്ള ചിഹ്നമാണോ നമുക്ക് സംശയം തോന്നുമ്പോൾ അത് കാണുമ്പോൾ. അപ്പോൾ അതിനാണ് 4 ലൈനിൽ എഴുതാനായിട്ട് പറഞ്ഞത്. പിന്നെ ക്ഷ കാണിച്ചൊന്നും ഇനി ത്ര കാണിച്ചൊന്നും. പിന്നെ സംയുക്ത അക്ഷരം വരുന്നത് ഇതാണ്, ഗ്യാന്നാണ് ഹിന്ദിയിൽ ഇതിനെ പറയാം. അതായത് നമ്മൾ ജ്ഞാ എഴുതുന്നില്ലേ, വിജ്ഞാനം ജ്ഞാ എന്നൊക്കെ എഴുതുന്നത്, അതിന് ഹിന്ദിയിൽ ഇപ്പോൾ യജ്ഞ എന്നൊക്കെ എഴുതുമ്പോൾ യജ്ഞ എന്ന് എഴുതും. ഹിന്ദിയിൽ എഴുതുമ്പോൾ ഇങ്ങനെ വന്ന് ഇതെങ്ങനെയാണ് ജ്ഞാ. മലയാളത്തിൽ നമ്മൾ ജ്ഞാ പറയാം, ഹിന്ദിയിൽ അത് ഗ്യാ എന്നുള്ള ഉച്ചാരണമാണ് വരിക. വിജ്ഞാൻ, ഗ്യാൻ
എന്നൊക്കെയാണ് പറയുക. ജ്ഞാനെന്ന് നമ്മൾ മലയാളത്തിൽ പറയൂലേ, മലയാളത്തിൽ വിജ്ഞാനം നമ്മൾ പറയുന്നത്, ഹിന്ദിയിൽ വിജ്ഞാൻ എന്നാണ് അവർ പറയുക. ഗ്യാ എഴുതുന്നത്, അതായത് ഗഡിപ്പായി എഴുതി ഇങ്ങനെ വന്ന് എങ്ങനെയാണ് അത് എഴുതുക, അതായത് ഇതിൻ്റെ അടിയിലേക്കാണ് ചിഹ്നം നിൽക്കുക. അതായത് അക്ഷരങ്ങൾ എഴുതുന്നതിന് ഓരോന്നിനും ഒരു രീതിയുണ്ട്. ഇപ്പോൾ ത്ര എഴുതുന്നത് അങ്ങനെ തന്നെയാണ്, ഇവിടുന്ന് എഴുതി ഇങ്ങനെയല്ല നമ്മൾ എഴുതിയത്. ഗ്യാ എഴുതുന്നത് അങ്ങനെ, പക്ഷേ ഷാ എഴുതുന്നത് അങ്ങനെയല്ല. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ മുകളിൽ വരയ്ക്കൂല. അങ്ങനെയാണ് ക്ഷ വരിക. അപ്പോൾ ക്ഷ, ത്ര, ഗ്യ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ട് സംയുക്താക്ഷരങ്ങൾ വരില്ലേ, യാ, ര, ല, വ, ശ, ഷ, സ, ഹ വരെ പഠിച്ചു. 33 വ്യഞ്ജനാക്ഷരങ്ങൾ. അത് കഴിഞ്ഞ് ക്ഷ, ത്ര, ജ്ഞാന്നാണ് നമ്മൾ മലയാളത്തിൽ പഠിച്ചത്. ഇത് ഗ്യാന്നാണ് ഉച്ചരിക്കുക. കുറേ വാക്കുകളുണ്ട് അത് വെച്ചിട്ട്, ശ്രീമാൻ, ശ്രീമതി, മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ശ്രാവിച്ചിട്ട് കുറേ ഇതുണ്ട്. അതുപോലെ സാധാരണ ഇപ്പോൾ കുട്ടികൾ കണ്ടിട്ടുള്ളത് ഡിക്റ്റേഷൻ എന്നുള്ള വാക്കായിരിക്കും. അത് ശ്രുതലേക്ക് ശ്രാ എഴുതുന്നത്. ഷ, ത്ര, ഗ്യ. ശ്രായാണ് ഇനി കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ആ ശ്രാ എഴുതുന്നത് എങ്ങനെയാണ്? ശ്രം എന്നൊക്കെ പറഞ്ഞില്ലേ, മീനിങ് എഴുതിയിട്ടുള്ളത്. അത് എഴുതുന്നത് ഗഡിപ്പായി വന്നു, പിന്നെ ഇത് എങ്ങനെ വന്നു, പിന്നെ അടിയിൽ ഇത് ഇങ്ങനെ ചിഹ്നം ഇവിടെ വരയ്ക്കില്ല. ശ്രാ എന്നുള്ളത്, ശ്രാ എന്ന് നമ്മൾ മലയാളത്തിൽ എഴുതില്ലേ, അതാണ്. ഇത് വേറെ കേട്ടോ, ശ്രാ, ശ്ര വേറെയുണ്ട്. ഇത് ശ്രമം എന്ന് നമ്മളിങ്ങനെയല്ല എഴുതുക, ശ്രാ എന്ന് എഴുതുന്നത്. അതായത് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ കെട്ടെടുത്ത ഭാഗത്ത് നമ്മൾ വരയ്ക്കില്ല, ശ്രാ എന്നുള്ള അക്ഷരം. അപ്പോൾ ശ്രാ വെച്ചിട്ട് കുറേ ശ്രുതിലേക്ക് പറഞ്ഞില്ലേ, ഡിക്റ്റേഷനിൽ വരുന്നത് ശ്രീമാൻ, ശ്രീമതി, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ ഈ ക്ഷ വെച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് കക്ഷ, ക്ലാസ് എന്നുള്ളത്. പിന്നെ ഏതാണ് ശിക്ഷ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ത്ര വെച്ചിട്ടുള്ളത് പുത്ര, മിത്ര എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ ഏതാണ് ഗ്യ വെച്ചിട്ട് പറഞ്ഞില്ലേ, വിജ്ഞാൻ, വിജ്ഞാൻ എന്നൊക്കെ. പിന്നെ ഇനിയിപ്പോൾ ഇത് ഏതൊക്കെ അക്ഷരങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഇതിപ്പോൾ സാധാരണ കുട്ടികൾക്ക് ഇപ്പോൾ ഇത് എഴുതാനായിട്ടുള്ള വിധാണ് അറിയാതിരിക്കുക. ഷാ ഇതിപ്പോൾ ഒരു കാര്യം പറയാണ്ട്, സാധാരണ കുട്ടികൾ ഈ ഷാ എഴുതുമ്പോൾ ഈ ഷായുടെ 2 വര ഒരുമിച്ചാണ് നിൽക്കുക. ഗ പറഞ്ഞില്ലേ, ഗയുടെ വര ഫസ്റ്റത്തെ ഭാഗം ഇത്രേ വരുള്ളൂ, അതിൻ്റെ ഗഡിപ്പായി വലുതായിട്ടാണ് നിൽക്കുക. ഷാ വരുമ്പോൾ ഒരുമിച്ചാണ് നിൽക്കുക. പക്ഷെ ഷായുടെ ഈ കെട്ടിൻ്റെ ഭാഗത്ത്, അതായത് ചില അക്ഷരങ്ങൾക്ക് കെട്ടിൻ്റെ മുകളിൽ വരയ്ക്കില്ല, പക്ഷെ ഷാക്ക് വരയ്ക്കേണ്ടതാണ്, ഫുള്ളായിട്ട് പടിപ്പായി വരയ്ക്കണം. ചില കുട്ടികൾ ഈ ഷായുടെ മുകളിൽ ഈ ഭാഗം വരയ്ക്കുന്നില്ല. നമ്മൾ വരയ്ക്കേണ്ടാത്ത കുറച്ച് അക്ഷരങ്ങളുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ. അതായത് ദാ എഴുതുമ്പോൾ കെട്ടിട്ടിട്ടാണ് തുടങ്ങും, ഇങ്ങനെ വന്ന് ഇങ്ങനെ അരയന്നം പോലെയാണ് ദാ നിൽക്കുക എന്നാണ് പറയുക. ഇങ്ങനെ ദാ, അതിൻ്റെ ഈ ഭാഗം നമ്മൾ വരയ്ക്കുള്ളൂ, ഈ കെട്ടിട്ട ഭാഗം വരയ്ക്കില്ല. അതുപോലെ തന്നെ മറ്റൊരു ദാ ഇങ്ങനെ കെട്ടിട്ടിട്ട് തുടങ്ങുന്നത് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വന്ന് ഇങ്ങനെ കെട്ടിടുന്ന ഭാഗം ഇതിന് രണ്ടിനും ആ ഭാഗം വരയ്ക്കാൻ പാടില്ല, ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മൾ ആ എഴുതി തുടങ്ങുന്നുണ്ട്. ആ എഴുതുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. ഞാൻ പഠിക്കുന്ന സമയത്ത് ആദ്യം ഇത്ര വെച്ച് നിർത്തണം എന്നാണ്. അക്ഷരം എഴുതുന്നതിൻ്റെ നിയമം അനുസരിച്ച് ഈ ഭാഗം ഇങ്ങോട്ടും ഈ ഭാഗം അങ്ങോട്ടും കടക്കാൻ പാടില്ല എന്നാണ്. ഇത്രയ്ക്കേ പാടുള്ളൂ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആ എഴുതുന്ന രീതി ഇങ്ങനെയാണ്, ഇങ്ങോട്ട് കയറി നിൽക്കും. അപ്പോൾ ആ വരുമ്പോൾ ഊ വരുമ്പോൾ ആയും ഊയും തമ്മിൽ വ്യത്യാസം. ആ എഴുതുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എഴുതി തുടങ്ങും. ഊ എഴുതുമ്പോൾ നമ്മൾ ഇത്രയ്ക്ക് ഉരുട്ടിയെടുക്കണ്ട, ഇങ്ങനെ വന്നിട്ട് അരിവാൾ ഒക്കെ നിൽക്കുന്ന പോലെ ഓങ്കാരത്തിലൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ നിൽക്കും ഊ എന്നുള്ളത്. അപ്പോൾ ആ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി തുടങ്ങി ഇങ്ങനെ വന്ന് ഘടിപ്പായി. അതായത് നടുവിൽ നിന്ന് ചില കുട്ടികൾ എഴുതുന്നുണ്ട്, നടുവിൽ നിന്നല്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെയാണ് വരും. എന്നിട്ട് മുകളിൽ പടിപ്പായി ഫുള്ളായിട്ട് ഇവിടേക്ക് വരയ്ക്കില്ല. ഈ ദായും ഈ 2 ദാ പോലെയാണ്, പക്ഷെ ഷാക്ക് ഫുള്ളായിട്ട് വരയ്ക്കണം. ശ്രമിനും പറഞ്ഞു അല്ലേ, ആ ഫസ്റ്റ് ഭാഗം വരയ്ക്കാൻ പാടില്ല, ഷാക്കും വരയ്ക്കാൻ പാടില്ല. ഇത്രയാണ് സംയുക്താക്ഷരങ്ങൾ വരുന്നത്. ഇനി പ്രശ്നം എന്നുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത് ഷാ ഫുള്ളായിട്ട് എഴുതില്ല, പകുതി. അതായത് ഒരക്ഷരത്തിൻ്റെ പകുതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഷാക്കൊക്കെ ഗഡിപ്പായി ഉണ്ട്, അപ്പോൾ ഗഡിപ്പായി ഷാ ഫുള്ളാവണമെങ്കിൽ ഈ ഗഡിപ്പായി വേണം. അപ്പോൾ ഷായുടെ പകുതി എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, ഗഡിപ്പായി കളഞ്ഞു. ഇനി കായുടെ പകുതി എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വന്ന് ഇതെങ്ങനെ നിൽക്കും, കാ പകുതി ഫുള്ളായിട്ട് എഴുതുമ്പോൾ അതിങ്ങോട്ട് വളച്ചിട്ട് എഴുതും. ഇപ്പോൾ പ്രശ്നം വരുമ്പോൾ ഷാ പ്രായതി ഷായതി ന
പ്രശ്നം. പ്രശ്നം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ. ഇനി ഷാ മറ്റൊരു തരത്തിൽ, പ്രശ്നം എഴുതുന്നത് വേറൊരു തരത്തിൽ. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടു. ഇങ്ങനെ എഴുതിയിട്ട് അത് ശ്രാന്നല്ല, ഇതെങ്ങനെ എഴുതിയിട്ട് നാ അവിടെ കൂട്ടിമുട്ടാണ്. അതായത് ഇങ്ങനെ വന്നു, പിന്നെ ഒരു നായും കൂടി ഇവിടെ കൂട്ടിമുട്ടും. കൂട്ടിമുട്ടണമെങ്കിൽ ഇങ്ങനെ ചെരിഞ്ഞ് വരണം, ഒരു നാ പ്രശ്നം വരും. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ആ വാക്ക് വരുന്നത്. ഇത്രയാണ് സാധാരണ നമ്മൾ കാണുന്നത്. ഇനി എന്താ പറയുക, കൂട്ടക്ഷരങ്ങൾ ഇതല്ലാതെ ഒരുപാടുണ്ട്. ഇപ്പോൾ ദ്യാ പറഞ്ഞില്ലേ, അതുപോലെ ഒരുപാട് അക്ഷരങ്ങൾ കൂട്ടക്ഷരം വരും. സാധാരണ നമ്മൾ കാണുന്ന സംയുക്താക്ഷരങ്ങൾ ഈ 3 എണ്ണം, പിന്നെ രേഫ് വരുന്നത്